ഹലോ എവ്രി വൺ, വെൽക്കം ടു എജ്യൂപോഡ്. എല്ലാവർക്കും മക്കളെ എജ്യൂപോഡിന്റെ 8ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ നാഫി. അപ്പോൾ 8ാം ക്ലാസ്സിലെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്ന ചാപ്റ്റർ ആയിട്ടുള്ള റീഡിംഗ് മാപ്സ് അഥവാ ഭൂപടങ്ങൾ വായിക്കുക എന്നുള്ള ചാപ്റ്ററിന് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ഉറപ്പായും ചോദിക്കുന്ന 2-3 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു എജ്യൂപോഡ് ക്ലാസ് 8. ഇറ്റ്സ് മീ നാഫി. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ ആദ്യം കമന്റ് ചെയ്യേണ്ടത്, ഈ ഒരു ക്വസ്റ്റൻ ആൻസർ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഇതൊന്ന് താഴെ കമന്റ് ചെയ്യട്ടോ. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് മുമ്പ് 2 മാർക്കിനും 3 മാർക്കിനും ചോദിച്ച ക്വസ്റ്റൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ ആൻസർ നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് താഴെ കമന്റ് ചെയ്യുക. റൈറ്റ് ഡൗൺ ദ ഫീച്ചേഴ്സ് ഓഫ് ഫോളോയിങ് മാപ്പ്, ആസ്ട്രോണമിക്കൽ മാപ്പ് ആൻഡ് വെതർ മാപ്പ്. താഴെയുള്ള ഭൂപടങ്ങളുടെ സവിശേഷതകൾ എഴുതുക. അപ്പോൾ ഇവിടെ ചോദിച്ചത് ഏതൊക്കെയാണ്? ആസ്ട്രോണമിക്കൽ മാപ്പും വെതർ മാപ്പും. അപ്പോൾ എക്സാം ഈ 2 മാപ്പ് മാത്രമല്ല, ഈ പറയുന്ന ഏത് മാപ്പുകളും ചോദിക്കും. പൊളിറ്റിക്കൽ മാപ്പ് അഥവാ രാഷ്ട്രീയ ഭൂപടം ചോദിക്കും, മിലിറ്ററി മാപ്പ് അഥവാ സൈനിക ഭൂപടം ചോദിക്കും, ഹിസ്റ്റോറിക്കൽ മാപ്പ് അഥവാ ചരിത്ര ഭൂപടം ചോദിക്കും, ആസ്ട്രോണമിക്കൽ മാപ്പ് അഥവാ ജ്യോതിശാസ്ത്ര ഭൂപടം ചോദിക്കും, ലാൻഡ് യൂസ് മാപ്പ് അഥവാ ഭൂവിനിയോഗ ഭൂപടം ചോദിക്കും, വെതർ മാപ്പ് അഥവാ കാലാവസ്ഥാ ഭൂപടം ചോദിക്കും. അപ്പോൾ എല്ലാ ഭൂപടങ്ങളുടെയും ഉപയോഗങ്ങൾ പഠിച്ചു വെക്കണം. ഓരോ എക്സാമിനും മാറി മാറി ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോ. എന്താണ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ലാൻഡ് യൂസ്, ഭൂവിനിയോഗം മനസ്സിലാക്കാനുള്ള ഭൂപടം ഏതാ? ലാൻഡ് യൂസ് മാപ്പ് അഥവാ ഭൂവിനിയോഗ മാപ്പാണ്. അടുത്ത ഫോർ ദ സ്റ്റഡി ഓഫ് സെലസ്റ്റിയൽ ബോഡീസ്, ആകാശത്തിലെ ഗോളങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള ഭൂപടം ഏതാ? ആസ്ട്രോണമിക്കൽ മാപ്പ് അഥവാ ജ്യോതിശാസ്ത്ര ഭൂപടമാണ്. അടുത്തതാണ് ഫോർ മെട്രോളജിക്കൽ സ്റ്റഡീസ് അഥവാ കാലാവസ്ഥാ പഠനങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന മാപ്പ് ഏതാ? വെതർ മാപ്പ് അഥവാ കാലാവസ്ഥാ ഭൂപടമാണ്. ഫോർ മിലിറ്ററി പർപ്പസിലെ സൈനിക ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന മാപ്പ് ഏതാ? മിലിറ്ററി മാപ്പാണ് കേട്ടോ. അടുത്തേതാ? ഫോർ അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ ബൗണ്ടറീസ്, രാഷ്ട്രീയ അതിരുകൾ മനസ്സിലാക്കാനുള്ള മാപ്പ് ഏതാ? പൊളിറ്റിക്കൽ മാപ്പ് അഥവാ രാഷ്ട്രീയ ഭൂപടമാണ്. ഇനി ഫോർ ദ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി, ചരിത്രം മനസ്സിലാക്കാനുള്ള മാപ്പ് ഏതാ? ഹിസ്റ്റോറിക്കൽ മാപ്പ് അഥവാ ചരിത്ര ഭൂപടമാണ്. അപ്പോൾ ഇത് പഠിച്ചു വെക്കണേ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ക്ലാസിഫൈ ദ മാപ്സ് ബേസ്ഡ് ഓൺ സ്കെയിൽ, തോതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഭൂപടങ്ങളുടെ വർഗ്ഗീകരണം ഇതാണ്. അതിനു മുമ്പ് മക്കളെ, ഞാൻ എൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് എജ്യൂപോഡിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിലാണത്, nafi.edupo. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 8ാം ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ, നിങ്ങൾക്ക് എക്സാം ഫിയർ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? ഈ nafi.edupo എന്ന ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൂടെ നിങ്ങൾക്ക് എന്നോട് പറയാം. ഒരുപാട് വീട്ടിൽ മെസ്സേജ് അയക്കുന്നത്, അവർക്കൊക്കെയുള്ള സൊല്യൂഷൻ ഞാൻ അതിലൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ nafi.edupo എന്ന ഇൻസ്റ്റാഗ്രാം ഹാൻഡിലാണ്. ഒന്ന് മെസ്സേജ് അയക്കുക, ഫോളോ ചെയ്യാം. ഇനി ശ്രദ്ധിക്കുക, ഇത് കഴിഞ്ഞ തവണത്തെ ക്രിസ്മസ് എക്സാമിന് 3 മാർക്കിന് ചോദിച്ച ചോദ്യം. അപ്പോൾ എന്തൊക്കെയാണ്? ബേസ്ഡ് ഓൺ സ്കെയിൽ അഥവാ വർഗീകരണം, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? തോതിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീകരണം ഏതൊക്കെയാണ്? ഒന്നെന്താണ്? സ്മോൾ സ്കെയിൽ മാപ്പ് അഥവാ ചെറിയ തോത് ഭൂപടങ്ങൾ. രണ്ടാമത്തെ ഏതാണ്? ലാർജ് സ്കെയിൽ മാപ്പ് അഥവാ വലിയ തോത് ഭൂപടങ്ങളാണ്. എന്താണ് ഈ സ്മോൾ സ്കെയിൽ മാപ്പിനുള്ള ഉദാഹരണങ്ങൾ? അറ്റ്ലസ് മാപ്പും വാൾ മാപ്പും, അറ്റ്ലസ് ഭൂപടവും ചുമർ ഭൂപടവും. ഇനി ലാർജ് സ്കെയിൽ മാപ്പ് അഥവാ വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണം ഏതാ? കെഡസ്ട്രൽ മാപ്പ് അഥവാ കെഡസ്ട്രൽ ഭൂപടം, ടോപ്പോഗ്രഫിക്കൽ മാപ്പ് അഥവാ ധരാതലീയ ഭൂപടം. ഇതിന് ഡെഫിനിഷൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്തത്? സ്മോൾ സ്കെയിൽ മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? വലിയ സ്ഥലങ്ങളെ ചെറുതാക്കി കാണിക്കുന്ന ഭൂപടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ മക്കളെ വിളിക്കുക? സ്മോൾ സ്കെയിൽ മാപ്പ് അഥവാ ചെറിയ തോത് ഭൂപടങ്ങൾ. അതായത് വലിയ സ്ഥലങ്ങളെ ചെറുതാക്കി കാണിക്കുക. വലിയ രാജ്യം അല്ലെങ്കിൽ സംസ്ഥാനം അല്ലെങ്കിൽ വൻകര, അങ്ങനെ വലിയ സ്ഥലങ്ങളെ ചെറുതാക്കി കാണിക്കുന്ന ഭൂപടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്മോൾ സ്കെയിൽ മാപ്പ് അഥവാ ചെറിയ തോത് ഭൂപടങ്ങൾ. ഇഫ് ലാർജർ ഏരിയ സച്ച് ആസ് ദ വേൾഡ്, കോണ്ടിനെന്റ്സ്, countries and states are to be depicted in a small sheet of paper, അതിന് വിളിക്കുന്ന പേരാണ് സ്മോൾ സ്കെയിൽ മാപ്പിലെ ലോകം, ഭൂഖണ്ഡം, രാജ്യങ്ങൾ, സംസ്ഥാനങ്ങൾ, ഇങ്ങനെ വലിയ പ്രദേശത്തെ ചെറുതാക്കി കാണിക്കുന്ന ഭൂപടത്തെ വിളിക്കുന്ന പേരാണ് സ്മോൾ സ്കെയിൽ മാപ്പ്. ഇനി ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഏരിയ ഡെപ്പിക്റ്റഡ് കമ്പാരിറ്റീവ്ലി സ്മോളർ റീജിയൻ, അതായത് ചെറിയ പ്രദേശത്തെ വലുതാക്കി കാണിക്കുന്ന മാപ്പ്. ശ്രദ്ധിക്കണേ, ലാർജ് സ്കെയിൽ മാപ്പ് അഥവാ വലിയ തോത് ഭൂപടങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ പ്രദേശത്തെ വലുതാക്കി കാണിക്കുക. അല്ലെങ്കിൽ ഒരു വില്ലേജ്, ഒരു ഗ്രാമം, ഒരു ഗ്രാമത്തിൻ്റെ പകുതി, അങ്ങനെയുള്ള സാധനങ്ങളെ വലുതാക്കി കാണിക്കുന്ന ഭൂപടത്തെ വിളിക്കുന്ന പേരാണ് ലാർജ് സ്കെയിൽ മാപ്പ് അഥവാ വലിയ തോത് ഭൂപടങ്ങൾ. ശ്രദ്ധിക്കണേ, അതും എക്സാമിന് ചോദിക്കാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഞാൻ തരാം, ഇതും എക്സാമിന് ചോദിക്കുന്ന കേട്ടോ. ക്ലാസിഫൈ ദ മാപ്പ് ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ, ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഭൂപട വർഗീകരണങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ഫംഗ്ഷൻ അഥവാ ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ 2 എണ്ണം ഉണ്ട്. ഏതൊക്കെയാടാ? ഒന്നാമത്തേതാണ് ഫിസിക്കൽ മാപ്പ് അഥവാ ഭൗതിക ഭൂപടങ്ങൾ. ഒന്നാമത്തേതാണ് ഫിസിക്കൽ മാപ്പ് അഥവാ ഭൗതിക ഭൂപടങ്ങളാണ്. രണ്ടാമത്തേതാണ് കൾച്ചറൽ മാപ്പ് അഥവാ സാംസ്കാരിക ഭൂപടങ്ങൾ. ഒന്നാമത്തേതാണ് ഫിസിക്കൽ മാപ്പ് അഥവാ ഭൗതിക ഭൂപടങ്ങളാണ്. രണ്ടാമത്തേതാണ് കൾച്ചറൽ മാപ്പ് അഥവാ സാംസ്കാരിക ഭൂപടങ്ങളാണ്. എന്താണ് ഫിസിക്കൽ മാപ്പ് അഥവാ ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറഞ്ഞാൽ? മാപ്പ് റെപ്രസെന്റിംഗ് ദ നാച്ചുറൽ ഫീച്ചേഴ്സ് സച്ച് ആസ് ഫിസിയോഗ്രഫി, ക്ലൈമറ്റ് ആൻഡ് എക്സെട്ര, പ്രകൃതിദത്ത സവിശേഷതകളെ, നമ്മുടെ കാലാവസ്ഥ, കാടുകൾ, പുഴകൾ, അരുവികൾ, അങ്ങനെ നാച്ചുറൽ ഫീച്ചേഴ്സ് അഥവാ പ്രകൃതിദത്ത സവിശേഷതകളെ കാണിക്കുന്ന മാപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഫിസിക്കൽ മാപ്പ് അഥവാ ഭൗതിക ഭൂപടം എന്നാ. ഇനി കൾച്ചറൽ മാപ്പ് അഥവാ സാംസ്കാരിക ഭൂപടം എന്ന് പറഞ്ഞാൽ എന്താ? മാൻമെയ്ഡ് ഫീച്ചേഴ്സ് അഥവാ മനുഷ്യനിർമ്മിത സവിശേഷതകൾ. ഏതൊക്കെയാണ്? റോഡ്,
ബിൽഡിങ്സ്, ബ്രിഡ്ജസ്, അങ്ങനെയുള്ള മാൻമെയ്ഡ് ഫീച്ചേഴ്സ് അഥവാ സാംസ്കാരിക സവിശേഷതകളെ കാണിക്കുന്ന ഭൂപടത്തെ നമ്മൾ എന്ത് കാണിക്കുന്നു? കൾച്ചറൽ മാപ്സ് അഥവാ സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ഞാൻ തരികയാണ്. ഇതും ഒരു തവണ ക്രിസ്മസ് എക്സാമിന് 2 മാർക്കിന് ചോദിച്ചാട്ടോ. ഇതിന് ആൻസർ ഒന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. ഈ ആൻസർ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഫിസിക്കൽ മാപ്പും കൾച്ചറൽ മാപ്പും ഭൗതിക ഭൂപടങ്ങളും സാംസ്കാരിക ഭൂപടങ്ങളും പഠിച്ചു വെക്കണേ. അതിനുള്ള എക്സാമ്പിൾസ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞുതരും. അപ്പോൾ ഈ ഒരു ഹോംവർക്കിന് ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട. നിങ്ങളുടെ കൂടെ എജ്യൂപോർട്ട് ഉണ്ട്. നിങ്ങൾ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സെറ്റാക്കി തരാൻ, 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് എളുപ്പമാക്കി തരാൻ, നിങ്ങളുടെ കൂടെ കട്ടക്ക് നിൽക്കാൻ എജ്യൂപോർട്ട് ഉണ്ട്. എല്ലാം സെറ്റാക്കി തരാൻ എജ്യൂപോർട്ട് ഉണ്ട്. നമ്മളുണ്ട് കൂടെ. സെറ്റല്ലേ? റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ പരമാവധി ഫ്രണ്ട്സിലേക്ക് നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡ് മറക്കണ്ട, അതൊന്ന് സെറ്റാക്കുക. ഈ ഒരു ഹോംവർക്കിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ് ഫ്രം എജ്യൂപോർട്ട് ക്ലാസ് 8. ബൈ.